യുക്രൈൻ തലസ്ഥാനമായ കീവിൽ വീണ്ടും ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി റഷ്യ. തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു ആക്രമണം. തുർക്കിയിൽ നിർണായകമായ നേറ്റോ ഉച്ചകോടി തുടങ്ങുന്നതിന് ഒരു ദിവസം മുൻപാണ് ആക്രമണം നടന്നത്. ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ചാണ് റഷ്യ ആക്രമണം നടത്തിയതെന്ന് യുക്രൈൻ വ്യോമസേന അറിയിച്ചതായി CNN റിപ്പോർട്ട് ചെയ്തു. തിങ്കളാഴ്ച പുലർച്ചെ കീവിന്റെ പല ഭാഗങ്ങളിലും വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു. മിസൈൽ ആക്രമണത്തിന് തൊട്ടു മുൻപായി നഗരത്തിൽ സൈറണുകൾ മുഴങ്ങിയിരുന്നു. നഗരത്തിലെ 2 ജില്ലകളിലെങ്കിലും മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് തീപിടുത്തവും നാശനഷ്ടങ്ങളും ഉണ്ടായതായി കീവ് മേയർ വിറ്റാലി ക്ലിച്ച്കോ പറഞ്ഞു. റഷ്യ പുതിയൊരു വലിയ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായി ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഞായറാഴ്ച പറഞ്ഞിരുന്നു. അമേരിക്കയുടെ സ്വാതന്ത്ര്യദിനത്തിന് ശേഷവും അങ്കാറയിലെ നേറ്റോ ഉച്ചകോടിക്ക് മുൻപുമായി റഷ്യ പുതിയൊരു ആക്രമണത്തിന് ഒരുങ്ങുകയാണെന്ന് ഇന്റലിജൻസ് വീണ്ടും സൂചന നൽകുന്നു. ഇത് പുടിന്റെ ഒരു പതിവ് ശൈലിയാണ്. കൂടുതൽ നാശം വിതയ്ക്കാനും ആളുകളെ കൊല്ലാനുമാണ് റഷ്യയുടെ ശ്രമമെന്ന് സെലൻസ്കി എക്സിൽ കുറിച്ചിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച കീവിൽ റഷ്യ നടത്തിയ ശക്തമായ ആക്രമണത്തിൽ 30 പേർ കൊല്ലപ്പെട്ടിരുന്നു. യുദ്ധം തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ 3ാമത്തെ ആക്രമണമായിരുന്നു അതെന്നാണ് റിപ്പോർട്ട്. യുക്രൈനിലെ കിഴക്കൻ ഡൊണറ്റ്സ്ക് മേഖല പൂർണ്ണമായി പിടിച്ചെടുക്കാനാണ് റഷ്യയുടെ ശ്രമം. റഷ്യയിലെ എണ്ണ ശുദ്ധീകരണശാലകളും തുറമുഖങ്ങളും സൈനിക ഫാക്ടറികളും ലക്ഷ്യമിട്ട് യുക്രൈനും മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേസമയം തുർക്കിയിലെ അങ്കാറയിൽ ചൊവ്വാഴ്ച തുടങ്ങുന്ന നേറ്റോ ഉച്ചകോടിയിലെ പ്രധാന ചർച്ചാ വിഷയം റഷ്യ യുക്രൈൻ യുദ്ധമായിരിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കുന്നതിനാൽ ഉച്ചകോടി ലോകശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. ജൂലൈ 4-ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ട്രംപും ഏകദേശം 90 മിനിറ്റ് നേരം ഫോണിൽ സംസാരിച്ചിരുന്നു. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ സഹായിക്കാമെന്ന് ട്രംപ് വീണ്ടും വാഗ്ദാനം ചെയ്തതായി റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. യുക്രൈനും അതിന്റെ യൂറോപ്യൻ സഖ്യകക്ഷികളും യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനും വർദ്ധിപ്പിക്കാനും ശ്രമിക്കുകയാണെന്ന് ക്രെംലിൻ ആരോപിച്ചു. യുക്രൈനും അതിന്റെ സഖ്യകക്ഷികളും സിവിലിയന്മാർക്കെതിരെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്ന് ക്രെംലിന്റെ മുതിർന്ന സഹായി യൂറി ഉഷാക്കോവ് പറഞ്ഞു. റഷ്യയുടെ പല പ്രദേശങ്ങളിലും ഇന്ധനക്ഷാമത്തിന് കാരണമായ റഷ്യൻ എണ്ണ സ്ഥാപനങ്ങൾക്കും മറ്റ് ലക്ഷ്യങ്ങൾക്കും നേരെയുള്ള ഉക്രൈനിയൻ ആക്രമണങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പരാമർശിച്ചത്. എന്നാൽ ഉക്രൈനുമായുള്ള ഏതൊരു കരാറിലും ഡോൺബാസ് മേഖലയുടെ പൂർണ്ണ നിയന്ത്രണം ഉൾപ്പെടുത്തണമെന്ന് റഷ്യ നിർബന്ധിക്കുന്നു. ഈ ആവശ്യം അംഗീകരിക്കാൻ യുക്രൈൻ വിസമ്മതിച്ചു. കഴിഞ്ഞ മാസം പുടിനുമായി ഒരു മുഖാമുഖ കൂടിക്കാഴ്ച നടത്താൻ സെലൻസ്കി നിർദ്ദേശിച്ചെങ്കിലും ക്രെംലിൻ അത് നിരസിച്ചു. US പ്രത്യേക പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്നറും ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് തുടരുമെന്നും ആവശ്യമെങ്കിൽ വീണ്ടും മോസ്കോ സന്ദർശിക്കാമെന്നും ട്രംപ് പറഞ്ഞതായി ഉഷാക്കോവ് പറഞ്ഞു. അതേസമയം ഇറാനുമായുള്ള നിലവിലുള്ള സംഘർഷങ്ങളിൽ വാഷിംഗ്ടൺ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ സമീപ ദിവസങ്ങളിൽ US നയതന്ത്ര ശ്രമങ്ങൾ മന്ദഗതിയിലായതായി റിപ്പോർട്ട് പറയുന്നു. ഇറാൻ പ്രതിസന്ധിയിൽ US നയതന്ത്ര ശ്രമങ്ങൾ ദീർഘകാലവും പരസ്പരം സ്വീകാര്യവുമായ ഒരു പരിഹാരം കണ്ടെത്താൻ സഹായിക്കുമെന്ന് പുടിൻ ട്രംപിനോട് പ്രത്യാശ പ്രകടിപ്പിച്ചതായി ഉഷാക്കോവ് പറഞ്ഞു. സംഭാഷണത്തിനിടെ മോസ്കോ സന്ദർശിക്കാനുള്ള ട്രംപിന്റെ ക്ഷണം പുടിൻ ആവർത്തിച്ചു. ട്രംപുമായുള്ള തന്റെ സംഭാഷണം വളരെ നല്ലതാണെന്ന് സെലൻസ്കി തന്റെ ടെലഗ്രാം അക്കൗണ്ടിൽ വിശേഷിപ്പിച്ചു. 1200 കിലോമീറ്റർ ദൈർഘ്യമുള്ള യുദ്ധമുന്നണിയിലെ സ്ഥിതിഗതികൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തതായും നേറ്റോ യോഗത്തിൽ കൂടുതൽ ചർച്ചകൾ തുടരാൻ സമ്മതിച്ചതായും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.